എൻ്റെ ഭക്തമിത്രങ്ങളെ, ഞാൻ ഗീതാ പൊതുവ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഇന്ന് ഹനുമാൻ സ്വാമിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പങ്കിടാനാണ്. ഇന്ന് ഹനുമാൻ ജയന്തി ആണല്ലോ. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. ആദ്യം രണ്ടുപേരി നാമം ചൊല്ലിയിട്ടാകാം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഹനുമാനഞ്ജനാസൂനു വായുപുത്രോ മഹാഫല രാമേഷ്ട ഫൽഗുനസഗ പിങ്കാക്ഷോ അഭിതവിക്രമ ഉദരിക്രമണൈശൈവ സീതാശോകവിനാശന ലക്ഷ്മണ പ്രാണധാതാ ച ദശഗ്രീവസ്യ ദർപ്പഃ ഉല്ലംഘ്യ സിന്ധോ സലീലം യശോകവന്യം ജനകാത്മജായ ആദായ തേനൈവ ദാദാഹലങ്ക നമാമിദം പ്രാഞ്ജലിരാഞ്ജനേയം. ശനിയാഴ്ച, ഇന്ന് ഏപ്രിൽ 12, ഹനുമത് ജയന്തി ചൈത്രപൂർണിമയാണെന്ന് ഞാൻ മുൻപ് പറഞ്ഞല്ലോ. അപ്പോൾ ആരാണ് ഹനുമാൻ സ്വാമിയുടെ ഗുരു എന്നറിയണ്ടേ? സൂര്യദേവനാണ് ഹനുമാന്റെ ഗുരു. ഗുരുവിന് മുമ്പിൽ പിന്നോട്ട് നടന്നായിരുന്നു പഠനം. ഗുരുദക്ഷിണയായി ആദിത്യ ഭഗവാൻ ആവശ്യപ്പെട്ടതോ തൻ്റെ മകനായ സുഗ്രീവന് സഹായിയായി കഴിയാനാണ്. പിന്നെ സൂര്യപുത്രിയായ സുവർച്ചിലയെ ഹനുമാൻ വിവാഹം കഴിച്ചെങ്കിലും ഇരുവരും ബ്രഹ്മചാരികളായി തന്നെയാണ് തുടരുന്നത്. ഹനുമത് ഭക്തനായ ഒരാളെ രാഹുദോഷം ബാധിച്ചതിൽ മാരുതി കലിപൂണ്ടപ്പോൾ രാഹു സ്വയം സമാധാനം നൽകി. ഹനുമാന് ഉഴുന്നുവട മാല സമർപ്പിക്കുന്നയാളെ രാഹുദോഷങ്ങൾ ബാധിക്കില്ല എന്ന്. ഹനുമാന്റെ വടമാലയ്ക്ക് കാരണം ഇതാണെന്നാണ് പറയുന്നത്. ഇതൊക്കെ തമിഴ്നാട്ടിൽ നിന്നും പ്രചരിച്ചതാണ് ഈ വടമാലയുടെ കാര്യം. അപ്പോൾ എവിടെയായിരുന്നു ഹനുമാൻ സ്വാമി തപസ് ചെയ്തതെന്നറിയണ്ടേ? നേപ്പാളിലെ നന്ദാദേവി കൊടുമുടിയിലാണ്. അടുത്ത ബ്രഹ്മാവ് ഹനുമാനായിരിക്കുമെന്നാണ് പറയുന്നത്. ഹനുമാനെ ഏറ്റവും ഇഷ്ടം മുല്ലപ്പൂ, പുടവ, വെറ്റിലമാല, വെണ്ണ പുരട്ടൽ എന്നിവ ഹനുമാനെ ഏറ്റവും പ്രിയമാണ്. ഏകാദശി ദിവസം ഹനുമാന് തുളസിമാല സമർപ്പിച്ചാൽ വിഷ്ണുപ്രീതിയും ലഭിക്കുമെന്നാണ് പറയുന്നത്. വെണ്ണയും പൂവമ്പഴവും നിവേദിച്ചാൽ പല വൈഷമ്യങ്ങളെയും തരണം ചെയ്യാൻ കഴിയും. ഹനുമത് ഉപാസനയ്ക്ക് ബ്രഹ്മചര്യം അത്യാവശ്യം. എന്നാൽ ഹനുമാൻ ചാലീസ ഉൾപ്പെടെയുള്ള സ്തോത്രങ്ങൾ എല്ലാവർക്കും ജപിക്കാം. ഒന്നുമില്ലെങ്കിലും ഈ ഹനുമാൻ ചാലീസ കേട്ടാൽ പോലും അത്രയ്ക്കും നല്ലതാണ്. പിന്നെ എൻ്റെ ഹനുമാൻ സ്വാമിയോടുള്ള ആ ഭക്തിയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നും സുന്ദരകാന്ഡ ദിവസം കുറേശ്ശെ വായിച്ചു വെക്കുന്ന ആ കാര്യത്തിനെ കുറിച്ചൊക്കെ. അപ്പം ഇനി അത് ഞാൻ എടുക്കുന്നില്ല. അതുപോലെ തന്നെ ഏറ്റവും ഹനുമാനിഷ്ടം വെറ്റിലമാല. ആ വെറ്റിലമാല ഇഷ്ടാവാനുള്ള കാരണം എന്താണെന്നറിയോ? സീതാദേവിയെ അന്വേഷിച്ച് ഹനുമാൻ സ്വാമി ഇങ്ങനെ വന്ന് ആ മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് സീതാദേവി ഇങ്ങനെ ശബ്ദമൊക്കെ കേട്ട് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഹനുമാൻ സ്വാമി ഇറങ്ങി വരികയാണ് സീതാദേവിയുടെ അടുക്കിലേക്ക്. അപ്പോൾ ശ്രീരാമസ്വാമിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സീതാദേവി അവിടെ ഇരുന്ന് വെറ്റില കൊണ്ട് മാല കോർത്ത് ഏറ്റവും ആദ്യം ഹനുമാന് വെറ്റിലമാല സമർപ്പിച്ചതും സീതാദേവിയാണെന്നാണ് പറയണത്. അപ്പോഴാണ് ഏറ്റവും ഇഷ്ടമുള്ള മാല വെറ്റിലമാലയായി മാറിയത്. അതുപോലെ തന്നെ കുങ്കുമം ചാർത്തൽ വാലുമ്മ ശ്രീപാർവതിയാണെന്നാണ് പറഞ്ഞേക്കണത്. ഹനുമാൻ സ്വാമിയെ തൊഴുതാൽ എല്ലാ ഭഗവാന്മാരെയും തൊഴുത പുണ്യം കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ പാർവതീദേവിയാണ് വാലുമ്മ ഇരിക്കണേ. ആ വാലിന്മൽ നമ്മൾ കുങ്കുമം തൊടുന്നത് പാർവതീദേവിക്ക് വേണ്ടിയിട്ടാണ്. അതിന് പിന്നിലും ഒരു ചെറിയ കഥയുണ്ട്. സീതാദേവി നെറ്റിക്ക് മുകളിൽ ആ സിന്ദൂരപ്പൊട്ട് തൊട്ടപ്പോൾ ചോദിക്കുകയാണ്, ഇത് എന്തിനാണ് ഇവിടെ പൊട്ട് തൊടണേന്ന്. അപ്പം ഇത് ഭഗവാന് ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്
എൻ്റെ ഭർത്താവിന് എല്ലാവിധ ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞ ആള് അവിടുന്ന് പോയിട്ട് എന്താ ചെയ്തേ, മേല് മുഴുവൻ കുങ്കുമത്തിൽ കുളിച്ചിങ്ങോട്ട് വന്നേക്കണു. അപ്പൊ ഇതെന്താ ചോദിക്കും. അപ്പൊ പറയാ, അമ്മ ഇതല്ലേ ചെയ്തേ ഭഗവാന് വേണ്ടിയിട്ട്, അപ്പൊ ഐശ്വര്യം ഇതൊക്കെ ഉണ്ടാവാൻ, ആയുസ്സുമൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ ഇങ്ങനെ ചെയ്താൽ എപ്പോഴും സന്തോഷമായി ഭഗവാൻ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണെന്ന്. അപ്പോൾ ഈ ഹനുമാൻ സ്വാമി ആരാണെന്ന് ഞാൻ നിങ്ങളോട് ഇനി പ്രത്യേകം പറയേണ്ടതില്ല. രുദ്രാവതാരം, അതായത് ശിവഭഗവാന്റെ അംശാവതാരം തന്നെയാണ്. ശിവഭഗവാൻ തന്നെയാണ് ഹനുമാൻ സ്വാമിയും. അപ്പോ ഹനുമത് ഉപാസനയ്ക്ക് ബ്രഹ്മചര്യം അത്യാവശ്യം. എന്നാൽ നാമങ്ങൾ നമുക്ക് എപ്പോഴും ചെല്ലാം. രാഹു ശനി ദോഷങ്ങൾ ഹനുമാൻ പൂജയിലൂടെ പരിഹരിക്കാം എന്നാണ് പരദേശത്തുള്ളവർ പറയുന്നത്. ഹനുമാന് മുൻപിൽ ചെന്ന് ജയ് ശ്രീറാം എന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതിയത്രേ. എവിടെ രാമനാമം ജപിക്കുന്നുവോ അവിടെ ഞാനുണ്ടാവും എന്നാണ് പറയുന്നത്. എന്നെ വിളിക്കുന്നതിനെക്കാട്ടിലും എനിക്കിഷ്ടം ശ്രീറാം ജയറാം എന്ന് വിളിച്ചാൽ മതി എന്നാണല്ലോ. അപ്പോൾ മഹാരാഷ്ട്രയിലെ ഹനുമാന് ചൊവ്വാഴ്ചയാണ് പ്രധാനം. ചിലയിടങ്ങളിൽ ബുധനും ശനിയും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെയൊക്കെ നാട്ടില് ശനി വ്യാഴം ചൊവ്വ എന്നീ ദിവസങ്ങളിലാണ്. അപ്പൊ എത്ര എത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമതരാക്ഷസാന്തകം. എവിടെയൊക്കെ ശ്രീരാമനാമം ഉയരുന്നുവോ അവിടെയൊക്കെ തൊടുകൈ ശിരസിൽ വെച്ച് കണ്ണീരൊഴുക്കി വരുന്ന രാക്ഷസാന്തകനായ ഹനുമാനെ ഞാൻ നമിക്കുകയാണ്. ജയ് ശ്രീറാം, ജയ് ഹനുമാൻ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഹനുമൻ ജയന്തി ദിവസം എനിക്കിന്നിവിടെ ഈ കഥ പറയാൻ അവസരം തന്ന നമ്മുടെ ഗ്രൂപ്പിനോടും ഒക്കെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നന്മ വരാനായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ കഥ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ശ്രീറാം.